നമസ്കാരം സുഹൃത്തുക്കളെ. ലോകത്തിലെ ഓരോ രാജ്യത്തെയും അടുത്തറിയാനുള്ള നമ്മുടെ യാത്രയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നായ അൾജീരിയയെക്കുറിച്ചാണ്. വിശാലമായ സഹാറ മരുഭൂമി, സമ്പന്നമായ ചരിത്രം, പ്രകൃതി വിഭവങ്ങൾ, അതുല്യമായ സംസ്കാരം എന്നിവ കൊണ്ട് ലോകശ്രദ്ധ നേടിയ ഒരു രാജ്യമാണ് അൾജീരിയ. അപ്പോൾ നമുക്ക് തുടങ്ങാം. രാജ്യത്തെക്കുറിച്ച് ആദ്യമായി പരിചയപ്പെടാം. അൾജീരിയ വടക്കേ ആഫ്രിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാജ്യത്തിന്റെ തലസ്ഥാനം അൾജീരിയേഴ്സ് ആണ്. അറബിക്കും ബെർബർ ഭാഷയുമാണ് ഔദ്യോഗിക പദവി. ഫ്രഞ്ച് ഭാഷയും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ഇവിടെ ഉപയോഗിക്കുന്ന നാണയം അൾജീരിയൻ ദിനാർ ആണ്. അടുത്തതായി ചരിത്രം. ഒരു കാലത്ത് ഫ്രാൻസിന്റെ കോളനിയായിരുന്നു അൾജീരിയ. വർഷങ്ങളോളം നീണ്ട സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം 1962 ജൂലൈ 5 രാജ്യം സ്വാതന്ത്ര്യം നേടി. ഇന്ന് ഈ ദിനം അൾജീരിയയുടെ ദേശീയ ദിനമായി ആഘോഷിക്കുന്നു. ഭൂമിശാസ്ത്രവും പ്രകൃതിയും. അൾജീരിയയുടെ വലിയൊരു ഭാഗം ലോകത്തിലെ ഏറ്റവും വലിയ ചൂടേറിയ മരുഭൂമിയായ സഹാറയാണ്. എന്നാൽ രാജ്യത്തിന്റെ വടക്കൻ ഭാഗം മനോഹരമായ ഭൂമ സമുദ്രത്തിനാണ്. അതിനാൽ മരുഭൂമിയും കടൽ തീരവും ഒരുമിച്ച് കാണാൻ കഴിയുന്ന അപൂർവ രാജ്യങ്ങളിലൊന്നാണ് അൾജീരിയ. സമ്പദ് വ്യവസ്ഥ. അൾജീരിയയുടെ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന അടിത്തറ പെട്രോളിയവും പ്രകൃതിവാതകവും ആണ്. ഈ പ്രകൃതി വിഭവങ്ങളുടെ കയറ്റുമതിയിലൂടെ രാജ്യത്തിന് വലിയ വരുമാനം ലഭിക്കുന്നു. സംസ്കാരവും ഭാഷണവും. അറബ്, ബെർബർ, ഫ്രഞ്ച് സംസ്കാരങ്ങളുടെ മനോഹരമായ സംയോജ്യമാണ് അൾജീരിയയുടെ സംസ്കാരം. കുസ്കുസ് പോലുള്ള പരമ്പരാഗത വിഭവങ്ങൾ ഇവിടെ വളരെ പ്രശസ്തമാണ്. അതിഥികളെ ആദരവോടെ സ്വീകരിക്കുന്ന സംസ്കാരവും ഇവിടുത്തെ പ്രത്യേകതയാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. അൾജീരിയേഴ്സ് നഗരം, സഹാറ മരുഭൂമി, തസിലി എൻ അജർ ദേശീയ ഉദ്യാനം, പുരാതന റോമൻ നഗരമായ ടിഗോഗ് എന്നിവ ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാന സ്ഥലങ്ങളാണ്. രസകരമായ വസ്തുത. അൾജീരിയയുടെ ഭൂരിഭാഗം പ്രദേശവും മരുഭൂമിയാണെങ്കിലും അത് ചരിത്രപരവും സാംസ്കാരികവും പ്രകൃതി സൗന്ദര്യവും നിറഞ്ഞ ഒരു അത്ഭുത രാജ്യമാണ്. സമാപനം. അൾജീരിയയെക്കുറിച്ച്